മിണ്ടാതിരിക്കുന്ന ഒരിക്കലും പരാജയമല്ല. മിണ്ടാതിരിക്കുന്ന ഒരിക്കലും ശക്തിയില്ലാഞ്ഞിട്ടുമല്ല. സാധാരണ ശക്തി ഉള്ളവരാ മിണ്ടാതിരിക്കുന്നത്. ശക്തി ഉള്ളവൻ കൂടുതലൊന്നും പറയത്തില്ല. അവൻ അവസാനവേ സാധാരണ പ്രവർത്തിക്കത്തുള്ളൂ. യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു, ഇവൻ ഇത് എന്നാ കാണിച്ചു കൂട്ടിയാലും മൂന്നാം ദിവസം ഞാൻ എന്നാ ചെയ്യും, ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ഇവരിതൊക്കെ കാണിക്കുമ്പോൾ സത്യത്തില് യേശുവിന് വേദനയില്ലെന്നല്ല. യേശു പിതാവിനോട് പറഞ്ഞു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം. പക്ഷേ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തു ആയിരുന്നത്, സ്വർഗത്തിൽ നിന്ന് യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു പെർഫെക്റ്റ് പ്ലാൻ. ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. ആ പെർഫെക്റ്റ് പ്ലാനിലാണ് യേശു വർക്ക് ചെയ്തത്. പെർഫെക്റ്റ് പ്ലാൻ. അപ്പൊ അത് എന്താണ് ആ പെർഫെക്റ്റ് പ്ലാൻ എന്ന് നമ്മൾ നോക്കണം, അല്ലെ? പെർഫെക്റ്റ് പ്ലാൻ നാം മനസ്സിലാക്കേണ്ട കാര്യം, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഓരോ ദിവസവും ചെയ്യേണ്ടത് എന്താണെന്ന് പോലും യേശുവിന് അറിയാം. He knew exactly well what to do. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ ഇഷ്ടപ്രകാരമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടപ്രകാരമാണ്. യേശുക്രിസ്തുവിന്റെ ഏത് കാര്യങ്ങളെ നോക്കിയാലും യേശുക്രിസ്തുവിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് മനസ്സിലാകും. എന്തുവാ സ്ക്രിപ്റ്റ്? സ്വർഗത്തിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുവാനായിട്ട് എന്തുണ്ട്? ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. നമുക്കും കർത്താവ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നേ ഉള്ളൂ. മനസ്സിലായെങ്കിൽ നമ്മുടെ മേൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് വെച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ദൈവം നമ്മളെ ഭൂമിയിൽ ആക്കിയതിന്റെ സർവ്വ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കിയിട്ട് നമ്മൾ പോകത്തുള്ളൂ. പക്ഷേ സ്ക്രിപ്റ്റ് എവിടെ ഇരിക്കുന്നു, നമ്മൾ എവിടെ കിടക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥകൾ. നമ്മുടെ ഏതെങ്കിലും മേഖലകളിലൊക്കെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഓർത്തോണം, അത് സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ നിൽക്കുന്നതെന്ന്. ഇത്ര മനസ്സിലാക്കിയാൽ മതി, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. സ്ക്രിപ്റ്റിൽ കർത്താവ്, അതായത് നമ്മൾ നേരത്തെ ചിന്തിച്ചൊരു കാര്യമാണ്, ദൈവം നമ്മളെ സ്വർഗത്തിൽ, നമ്മൾ ഭൂമിയിലുള്ളവരല്ല, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവരാ. ഇന്ന് സ്വർഗത്തിൽ നിന്ന് വന്നവരാ നമ്മൾ. നമുക്ക് താമസിക്കാൻ ഒരു ബോഡി തന്നെ ഇവിടെ, അതാ. അപ്പോൾ ദൈവം നമ്മളെ അയച്ചപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലാണ്, ആ ഉദ്ദേശം നിറവേറുവാൻ വേണ്ടിയാണ് നമ്മെ അവൻ ഭൂമിയിലോട്ട് അയച്ചത്. നമുക്ക് ഓരോ ദിവസം ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ട് അവൻ അയച്ചേ. പക്ഷേ പലപ്പോഴും നമ്മൾ ജനിച്ച രാജ്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ജനിച്ച കുടുംബം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് ഒന്നും ഇഷ്ടമില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തിന്റെ സ്ക്രിപ്റ്റ് മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്, പ്രവാചകന്മാർ വന്ന് ദൂത് പറയുമ്പോൾ അവര് പറയുന്ന ദൂതുകൾ പലതും നടക്കുന്നില്ല. നടക്കാതെ വരുമ്പോൾ നല്ല പ്രവാചകന്മാരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നടക്കാതെ വരുമ്പോൾ നമ്മൾ പ്രവാചകന്മാരെ കുറ്റം പറയും. കുറ്റം പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ സ്ക്രിപ്റ്റ് പ്രകാരം, അവൻ പറഞ്ഞ പ്രകാരമാണ് നടക്കുന്നെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷേ ഒരു ദൈവദാസൻ വന്ന് ദൂത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മോനെ നോക്കി പറയുക, മോനെ, ഞാൻ നിന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ മുൻപിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതായി കാണുന്നു. കർത്താവ് അവനെക്കുറിച്ച് അവിടുന്ന് ഇങ്ങോട്ട് അയച്ചപ്പോൾ ഉദ്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്, അവന്റെ ബോഡിയെക്കുറിച്ചല്ല പറയുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഈ ബോഡിയെക്കുറിച്ചല്ലേ, പുറത്തുള്ള ബോഡിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അകത്തുള്ളവനോട് അയച്ചവൻ പറയുന്ന മെസ്സേജാണത് കേട്ടോ. അകത്തുള്ളവനോട് അയച്ചവൻ പറയുന്ന മെസ്സേജാണ് അകത്തുള്ളവനെ ബലപ്പെടുത്തുവാൻ. പുറമേയുള്ളവനെ ബലപ്പെടുത്താനല്ല,
അകത്തുള്ളവനെ ബലപ്പെടുത്തുവാൻ, എന്നെ ബലപ്പെടുത്തുവാൻ പറയുന്ന മെസ്സേജാ ഇത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്നെക്കുറിച്ച് ദൈവത്തിന്റെ ഹിതം എന്തുവാ? ഞാൻ അങ്ങനെ നിൽക്കണമെന്ന. അതിനുവേണ്ടിയുള്ള ജീവിത രീതികളും പ്രാർത്ഥനകളും വിശുദ്ധിയും, അതിനുവേണ്ടിയുള്ള പഠനങ്ങളും പ്രാർത്ഥനകളും കർത്താവുമായിട്ടുള്ള ബന്ധവും നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾ ആ പൊസിഷനിൽ പോയി നിൽക്കും. പക്ഷേ നമ്മൾ അതിൽ നിന്ന് മാറി 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 വ്യതിചലിച്ച് 10 പേരുടെ മുമ്പിൽ നമ്മൾ നിൽക്കും. ചിലപ്പോൾ 10 പേരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നമുക്ക് ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഞാൻ അവിടെ എത്തിയില്ല? നീ സ്ക്രിപ്റ്റ് പ്രകാരം ഓടിയില്ല. ദുഃഖമല്ലേ? ഇത് മനസ്സിലാക്കുന്നവൻ എന്റെ ദുഃഖം മനസ്സിലാവും. കാരണം നമ്മുടെ ഓരോ ഡിസിഷൻസും എന്തുവാ? ഡെസ്റ്റിനി മേക്കേഴ്സ്. നമ്മുടെ ഡിസിഷൻസ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ് വിവാഹം. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് മാരേജ്. കാരണം ദൈവം അയച്ച 2 പേർ 2 ധ്രുവങ്ങളിൽ നിന്ന് വന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടതാണ് വിവാഹം. പക്ഷേ ദൈവത്തിന്റെ ഹിതമല്ലാത്ത വിവാഹമാണ് എങ്കിൽ 2 ധ്രുവത്തിൽ നിന്ന് വന്ന് 2 ധ്രുവത്തിലേക്ക് പോകുന്ന ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ഒരിക്കലും അവിടെ ഉയർച്ച, അനുഗ്രഹം, സന്തോഷം ഒന്നും ഉണ്ടാകുന്നില്ല. എത്ര ശ്രമിച്ചാലും ഈ നമ്മുടെ നാട്ടില് ഇതുണ്ട്, എന്തുവാ, കിണറിനകത്തുനിന്ന് വെള്ളം കോരാൻ വേണ്ടി കപ്പിയിടും അല്ലെ? കപ്പി എന്ന് പറയും അല്ലേ? ഇങ്ങനൊക്കെ അല്ലെ? കപ്പി എന്നല്ല, നമ്മുടെ ഞങ്ങളുടെ കപ്പി എന്നാ പറയുന്നത്, നിങ്ങളുടെ കാര്യത്തില്ല. ഇങ്ങനെ ഒരു വട്ടത്തെ കിടന്ന് വെള്ളം കോരും. അതിന് എണ്ണയില്ലെങ്കിൽ എന്നൊരു ശബ്ദം കേൾക്കും അല്ലേ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ എണ്ണ നമ്മള്, ഇന്നത്തെ കാലത്ത് കിണറൊന്നും ഇല്ല കേട്ടോ, ഇന്ന് മുഴുവൻ എന്തുവാ, കുടൽ കിണറുകളും പമ്പുകളുമായി. എന്നാൽ കിണറുള്ളവർക്കറിയാം. അപ്പോ അതിനിടയ്ക്ക് കയറെങ്ങാനും കയറി ഉടക്കിപ്പോയാൽ ഇത് എത്ര വലിച്ചാലും പിന്നെ അനങ്ങത്തില്ല. ചിലരുടെ ജീവിതം അങ്ങനെയാ, എത്ര വലിച്ചാലും അനങ്ങത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ബന്ധങ്ങളും ബന്ധനങ്ങളും ഡിസിഷൻസും ജീവിതത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ അവിടേക്ക് ക്ഷണിക്കും, വന്ന് പ്രവർത്തിക്കണമേ, വന്ന് പ്രവർത്തിക്കണമേ, വന്ന് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവ് പറയും, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, ഇങ്ങനെ ഇരിക്കുന്നതല്ല, ഇങ്ങനെ പോകുന്നതിനെയാണ് കൂടെ കൂട്ടേണ്ടത്, ഇങ്ങനെ ഇരിക്കുന്നതിനെ കൂടെ കൂട്ടി. എങ്കിലും അവൻ ചെറിയ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെങ്ങനെ നടത്തുക, എങ്ങനെയാ? ഇവൻ നഷ്ടപ്പെട്ട്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിന് നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ഭയങ്കര പദ്ധതികളാണ്. പക്ഷെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിന്റെ കോൺസിക്വൻസ് നമ്മൾ നോക്കാറില്ല. ഉണ്ടോ? ഇല്ല. ഇന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുക, ആ തീരുമാനം 10 വർഷം കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ആരും ചിന്തിക്കാറില്ല. നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ അന്ന് ആ സമയത്ത് താല്പര്യത്തെക്കുറിച്ച് നമ്മുടെ നോട്ടം അല്ലേ? ആ സമയത്ത് സന്തോഷമല്ലേ? ആ സമയത്ത് മറ്റുള്ള ജയിക്കുക എന്നുള്ളതാ അല്ലേ? ആ സമയത്ത് മറ്റുള്ള ആളാകുക എന്നുള്ള. എല്ലാവരും UK പോകുന്നു, എനിക്കും UK പോകണം. 30 ലക്ഷം മുടക്കിയാൽ ഞാൻ UK പോകും. ഇതെങ്ങനെ അടച്ചു തീർക്കുമെന്ന് പിന്നെ അതിനെക്കുറിച്ച് പിന്നെ UK വന്നത് മണ്ടത്തരമായി. കാരണം എന്നാ? എത്ര വലിച്ച് തേകിയാലും അടയ്ക്കാനുള്ളത് കിട്ടുന്നില്ല. അപ്പോൾ ചോദ്യം, വന്നത് ശരിയായിരുന്നോ? ഇപ്പോഴല്ല ചിന്തിക്കേണ്ടത്, എപ്പോഴായിരുന്നു? വരുന്നതിന് മുമ്പായിരുന്നു. വന്നു. ഇനി ഒറ്റ മാർഗമുള്ളൂ, എങ്ങനെയെങ്കിലും ആ എടുത്ത ഡിസിഷനെ നമ്മൾ കഴിവതും ബെറ്ററാക്കി മാറ്റുക. സ്തോത്രം. എന്തുകൊണ്ട് ഇത് ഞാനിന്ന് പറയുന്നത് എനിക്കത് ഇത് പറയാനല്ല ഞാൻ വന്നത്. ഏതായാലും നമുക്ക് കർത്താവ് പറയാൻ വന്നതിലോട്ട് പോവാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലോട്ട് പോവാം. നമ്മുടെ മുമ്പിൽ വളരെ സമയം കുറവായതുകൊണ്ടാണ്
യേശുക്രിസ്തുവിനെ കുറിച്ച് കാണുന്ന ഒരു കാര്യമായത്. യേശുക്രിസ്തു സ്നാനപ്പെട്ടു. നമ്മൾ ഇന്നാൾ ഇതിന്റെ ഒരു ഭാഗം നോക്കിയതായിരുന്നു, മുഴുവൻ നോക്കിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവിടെ തുടങ്ങാമെന്ന് ഓർത്ത്. യേശുക്രിസ്തു സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടതിന് ശേഷം ദൈവവചനത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, ലൂക്കോസിന് ശേഷം 4-ാം അധ്യായം ആദ്യം എടുക്കുകയാണ്. 4-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. Then Jesus returned in the power of the Spirit to Galilee, and news of him went out throughout all the surrounding region, and he taught in their synagogues, being glorified by all. അത് മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നേ? അതിന്റെ ശേഷം യേശു ആത്മാവ് നിറഞ്ഞവനായി ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. ഇത് ഏതിനു ശേഷമാണെന്നറിയാമോ? യേശുക്രിസ്തു സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടതിന് ശേഷം യേശുക്രിസ്തു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായി മരുഭൂമിയിലേക്ക് നടത്തി. അങ്ങനെ പിശാചിനാൽ പരീക്ഷിക്കുവാൻ യേശു മരുഭൂമിയിലേക്ക് പോയി. യേശുവിനെ പിശാച് 40 രാവും 40 പകലും പരീക്ഷിച്ചു. 3 പ്രാവശ്യം പരീക്ഷിച്ചെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനല്ല, 40 രാവും 40 പകലും പരീക്ഷിച്ചു എന്ന യഥാർത്ഥത്തിൽ. പക്ഷേ പ്രധാനപ്പെട്ട 3 പരീക്ഷണമായിരുന്നു നമ്മൾ കാണുന്നേ. പരീക്ഷകൻ അടുത്തു വന്നു. ആര്? അടുത്തു വന്നു. 3 കാര്യത്തിൽ പരീക്ഷിച്ചു: കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. 3 മേഖലകളിൽ യേശുവിനെ പരീക്ഷിച്ചു. ഈ 3 മേഖലകളിൽ യേശുവിനെ പരീക്ഷിച്ചു. യേശു 3 മേഖലകളിലും അവനെ ജയിച്ചത് എങ്ങനെയാ? ദൈവവചനം കൊണ്ട്. വചനം കൊണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ദൈവവചനത്തിൽ അറിവുണ്ടാകണമെന്ന് പറയുന്നത്. ഒരു ചെറിയ എന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, അയ്യോ കർത്താവേ എന്ന് വായത് ഇങ്ങനെയൊന്നും പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെയും എന്ന് പറഞ്ഞവൾ പറയാൻ തുടങ്ങുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പാമ്പിന്റെ മേലും തേളിന്റെ മേലും ശത്രുവിന്റെ സകലത്ത് വരെ ചവിട്ടുവാൻ നിനക്ക് അധികാരം തരുന്നു. ഇവ ഒന്നും ഒരു ദോഷവും നിനക്ക് ഒരിക്കലും വരുത്തുകയില്ല. ദൈവവചനം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് നാം എന്ത് ചെയ്യണം? ദൈവവചനം വായിക്കണം. എങ്ങനെ വായിക്കണം? മനസ്സിരുത്തി വായിക്കണം. അറ്റ്ലീസ്റ്റ് സുവിശേഷം വായിക്കണം. എവരിഡേ എല്ലാം വായിക്കണം വേണ്ടെന്നല്ല. അറ്റ്ലീസ്റ്റ് സുവിശേഷം. നിങ്ങൾ എല്ലാ ദിവസവും സുവിശേഷ പുസ്തകങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ മനസ്സിരുത്തി വായിക്കാൻ തുടങ്ങ്. 1 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും. ഭയങ്കര മാറ്റം ഉണ്ടാകും. കാരണം അത് യേശു മുഴുവൻ പറഞ്ഞിരിക്കുന്നതും പഠിപ്പിച്ചിരിക്കുന്നതും യേശുവിനെ കുറിച്ച് മാത്രമാണ്. യേശു എവിടെയുണ്ടോ അവിടെ എന്തുണ്ട്? അബൻഡൻസ് ഉണ്ട്. അബൻഡൻസ് ഉണ്ട്. അപ്പോൾ യേശുവിനെ കുറിച്ച് കാണുന്നു. യേശുക്രിസ്തു ഇതൊക്കെയും കഴിഞ്ഞതിന് ശേഷം അവൻ ഗലീലയിലേക്ക് മടങ്ങി വന്നു. എങ്ങനാ വന്നത്? ആത്മാവിന്റെ ശക്തിയോടെ. സ്തോത്രം. ഇന്നത്തെ കാലത്ത് എങ്ങനെയാ? സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ, അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ അപ്പോഴെങ്ങോട്ടാ പോകുന്നേ? സ്റ്റേജ് നോക്കി പോവല്ലേ? അല്ല, അങ്ങനല്ലേ? സ്റ്റേജ് അല്ലേ അടുത്തത്? ഈ ആൾക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണെന്നറിയാമോ? എത്ര ക്രൗഡുള്ള സ്റ്റേജ് കിട്ടി എന്നുള്ളതാണ്. അല്ലേ? എത്ര ക്രൗഡുള്ള സ്റ്റേജ് കിട്ടി എന്നുള്ളതാണ്. അല്ലാതെ എത്ര പേര് മാനസാന്തരപ്പെട്ടു എന്നുള്ളതല്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കും, പലരും പല ദൈവദാസന്മാരെയും ദാസിമാരെയൊക്കെ ഭയങ്കര കുറ്റം പറയും. നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കണം, നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് എത്ര പേര് വിശ്വാസത്തിൽ വന്നു? നമ്മളിൽ കൂടി എത്ര പേർ ആത്മാവിൽ ബലപ്പെടുന്നു? നമ്മളിൽ കൂടെ എത്ര കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു? എത്ര പേർ പാപങ്ങളെ വിട്ട് കർത്താവിലേക്ക് കടന്നു വരുന്നു? എത്ര പേർ നമ്മുടെ ശുശ്രൂഷയിൽ കൂടി സ്നാനപ്പെട്ടു? എത്ര രോഗികൾ സൗഖ്യമായി? ഇത് നാം നമ്മെക്കുറിച്ച് ചിന്തിക്കണം, മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ്. നാം സാധാരണ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാണുന്ന എല്ലാവരെയും അടച്ച് കുറ്റം പറയുക, എന്നിട്ട് നമ്മൾ വലിയ ആളായിട്ട് ഇങ്ങനെ. നോ, കർത്താവ് നമ്മളെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നില്ല. കുറ്റം പറയുവാൻ അല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ്. സ്തോത്രം, ഹല്ലേലൂയ.
കുറ്റപ്പെടുത്തുവാൻ എളുപ്പമായി ഇക്കാലത്ത്, കുറ്റപ്പെടുത്തുവാൻ എളുപ്പമാ. അത് മാത്രമല്ല, ഒരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കണം. ആളുകൾ പലപ്പോഴും പറയും, അവൻ അതിശക്തനായ ദൈവദാസൻ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കേട്ടായിരുന്നോ? ശരിയല്ല എന്റെ ദൈവദാസന്മാരെ, ദാസിമാരെ, ഞാൻ പറയാം, നമ്മൾ ഒരു പറയുന്ന വാക്കോ നമ്മുടെ വായിൽ കൂടെ ഒത്തിരി അബദ്ധങ്ങൾ നമ്മൾ വിളിച്ചു പറയാറുണ്ട്. ഒരു വാക്കൊന്നും കേട്ടൊന്നും നമ്മൾ ഭാരപ്പെടണ്ട. ഉടനെ അവൻ ഒരു പാപം ചെയ്തു, നാം തിരിച്ചാ മനസ്സിലാക്കട്ടെ, ഞാൻ ഇങ്ങനെയാ കാണുന്നത് കേട്ടോ. അതിശക്തമായി നിൽക്കുന്ന അഭിഷക്തന്മാരെ ദൈവത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ ശത്രു ഓരോ സമയത്തും അവന്റെ ചുറ്റും പണിയിട്ട് ആയുധങ്ങളിട്ട് പാപത്തിലേക്ക് വലിച്ചഴിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ ഒരു പാപത്തിലെ വീണുള്ളൂ. എന്നാൽ ഈ പറയുന്നവരൊക്കെ 100 പാപത്തിൽ വീണ് കിടക്കുന്നവരുവാ. അവർക്കതിനെക്കുറിച്ച് ബുദ്ധിമുട്ടില്ല. എന്നാൽ അതിശക്തനായി നിൽക്കുന്നെങ്കിൽ പാപം ചെയ്യരുത്. അതിശക്തനായി നിൽക്കുന്നവനട്ടാ ഏറ് കൂടുതലുള്ളൂ. നീ സാത്താന്റെ രാജ്യത്തിനൊരു ട്രബിൾ അല്ലെങ്കിൽ നിനക്കെതിരായിട്ട് അറ്റാക്ക് ഇല്ല. ആഹാ, മനസ്സിലായോ? നീ സാത്താന്റെ രാജ്യത്തിന് ട്രബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിനക്കെതിരായിട്ട് അറ്റാക്ക് ഉണ്ട്. എന്തുകൊണ്ടാ? നിന്നെ എങ്ങനെയും അതിൽ നിന്ന് നിന്റെ മൊനയൊടിച്ച് നിന്നെ പുറകോട്ട് വലിക്കുവാനാ സാത്താൻ നോക്കുന്നേ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്, അല്ലാതെ അവർക്കെതിരായിട്ട് കുറ്റം പറയുവാനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുവാനും അല്ല. ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കമന്റ്സ്. അച്ചായൻ പറഞ്ഞത് കറക്റ്റ്, അച്ചായൻ പറഞ്ഞത് കൊള്ളാം, അച്ചായൻ അങ്ങനെ പറയണം, എന്നാ കമന്റ്സാ അല്ലേ? എന്നാൽ അങ്ങനെ ഒരുവനുണ്ടെങ്കിൽ അവനെ താങ്ങിപ്പിടിച്ച് നിർത്തുവാൻ മോശ കൈ ഉയർത്തി നിന്നപ്പോൾ 2 പേരെ ദൈവം കൂടെ കൊടുത്തു, അവന്റെ കരം ഉയർത്തി നിൽക്കുവാൻ വേണ്ടി. എന്തുകൊണ്ടാ? അവൻ കരം ഉയർത്തി നിന്നപ്പോൾ എന്ത് സംഭവിച്ചു? ശത്രു തോറ്റു. അവൻ കൈ താത്തിട്ടപ്പോൾ ശത്രു പ്രബലപ്പെട്ടു. ഒരുവൻ പാപത്തിൽ പോകുന്നുവെന്ന് തോന്നിയാൽ അവന്റെ കൂടെ ചെന്ന് നിന്ന് ആ പാപത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കരം ഉയർത്തി പിടിക്കുന്നവരാ യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതല്ലാതെ അവനെ വലിച്ചിടുന്നവനല്ല. ഉടനെ അവനെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിനും അതിനെക്കുറിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവനും അല്ല യഥാർത്ഥ വിശ്വാസി. കാണുന്നവരെല്ലാം കുറ്റം പറയുന്നവനും ഉണർവിനെതിരായിട്ട് സംസാരിക്കുന്നവനും അല്ല വിശ്വാസി. വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസികളെ വിശ്വാസത്തിൽ കൊണ്ടുവരുന്നവനായിരിക്കണം. വിശ്വാസിയായുള്ളവനെ ഉറപ്പിക്കുന്നവനായിരിക്കണം. യേശുവിനെ കുറിച്ച് പറയുന്നു, യേശു ക്രിസ്തു സ്നാനപ്പെട്ട് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ അതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ ശബ്ദം കേട്ടപ്പോൾ യേശു മരുഭൂമിയിലോട്ട് പോയി. 40 രാവും 40 പകലും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി അവൻ പോയി. പരീക്ഷണം മുഴുവൻ കഴിഞ്ഞു. അവൻ അതിൽ മുഴുവൻ ജയിച്ചു. അപ്പോൾ ദൂതന്മാർ കടന്നു വന്ന് അവന് ശുശ്രൂഷ ചെയ്തു. അതിന്റെ അർത്ഥം ദൂതന്മാരുടെ ശുശ്രൂഷ നമുക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ ദൂതന്മാരെ കുറിച്ച് അല്ല പ്രസംഗിക്കേണ്ടത്, നമ്മൾ യേശുവിനെ കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത്. അത് ഞാൻ എപ്പോഴും കൃത്യമായിട്ട് പറയും. കാരണം യേശുവിന്റെ കൂടെ നടക്കുന്നവർക്ക് വേണ്ടിയുള്ള സേവകാത്മാക്കളാണ് ദൂതന്മാർ. നമുക്ക് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുവാൻ, നമ്മുടെ കൂടെ നിൽക്കുവാൻ ദൈവം ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. ഹീലിംഗ് നടക്കുന്നിടത്തും മിറക്കിൾ നടക്കുന്നിടത്തും ഒക്കെ ദൂതന്മാരുണ്ട്. പക്ഷേ യേശു ഇല്ലാതെ ഇതൊന്നും നടക്കത്തില്ല. യേശു നമ്മുടെ രക്ഷകനും നമ്മുടെ കർത്താവും യേശുവാണ്, വേറെ ആരും അല്ല. അതിനർത്ഥം ദൂതന്മാരില്ലെന്നല്ല. നമ്മുടെ കർത്താവ് രക്ഷിതാവും ആരാ? യേശുവാ. അവനാണ് അത്ഭുതം ചെയ്യുന്നവൻ. അവൻ കടന്നു വരുന്നിടത്ത് വിടുതലുണ്ട്. പണ്ട് ഞാനൊരു മീറ്റിംഗ് നിൽക്കുക, ഇങ്ങനെ മീറ്റിംഗ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് യേശു ഇങ്ങനെ പുറകിൽ കൂടെ നടന്നു വരുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ചോദിക്കിങ്ങനെ, യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടു, സ്പിരിച്വലൈസ് ഞാൻ കണ്ടു. അന്ന് പ്രാർത്ഥനയ്ക്ക് വന്നതിൽ 65 പേര് സൗഖ്യമായി. 65 പേരെ പ്രാർത്ഥിക്കാൻ കയറി വന്നുള്ളൂ. ചിലരെ ഞാൻ തൊട്ടു, ചിലരെ തൊട്ടില്ല. 65 പേരും സൗഖ്യമായി. അതിനകത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ ദൈവവുമായിട്ട് ബന്ധവുമില്ല, വിശ്വാസിയുമല്ല, ക്രിസ്ത്യാനിയല്ലാത്തൊരു. ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് അവന്റെ യൂറിനറി ട്രാക്ട് ചെറുതായിപ്പോയി. അങ്ങനത്തെ ഒരു മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് പോകാനിരിക്കുക. അങ്ങനെ ഒരുവൻ അന്ന് കയ്യെ ചരടുമൊക്കെ കെട്ടി വന്നു.
ഒരുവൻ വിളിച്ചുകൊണ്ട് വന്നതാ. അന്ന് അവിടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ പറഞ്ഞു അവന്റെ ദേഹത്തൂടെ ഇലക്ട്രിസിറ്റി അടിച്ചെന്ന് പറഞ്ഞു. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ നാട്ടിലെ റോട്ടിൽ നിന്ന് ആൾക്കാരെ മൂത്രമൊഴിക്കുന്ന അറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആണല്ലോ, അല്ല ഇപ്പോഴുണ്ടല്ലോ, അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. തിരിച്ചു പോകുന്ന വഴിക്ക് പുള്ളിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റി, മൂത്രം ഒഴിച്ചപ്പോൾ ഒരു തടസ്സവുമില്ലാതെ 6 മാസങ്ങൾക്ക് ശേഷം മൂത്രം. സ്തോത്രം, ഹല്ലേലൂയ. മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ വേണ്ടാന്ന് വെച്ച് ക്യാൻസൽ ചെയ്തു. പുള്ളി ഓപ്പറേഷൻ പിന്നെ പോയുമില്ല. ഒന്നോർത്ത് നോക്ക്, കർത്താവ് സൗഖ്യമാക്കുന്നേ. ഇവിടെ സൗഖ്യമാക്കിയവൻ ആരാ? യേശുവാ സൗഖ്യമാക്കുന്നേ. അപ്പോൾ യേശുവിന്റെ പ്രത്യേകത അവൻ സൗഖ്യമാക്കുന്നവനാ. ഇവിടെ യേശുവിനെ കുറിച്ച് കാണുന്നു, he returned in the power of the spirit to Galilee. അവൻ ഗലീലയിലേക്ക് തിരിച്ചു വന്നത് നോട്ടീസും അടിച്ചിട്ടല്ല. യേശു വന്നത് എങ്ങനെയാ? റിട്ടേൺ ഇൻ ദ പവർ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയിലേക്ക് തിരിച്ചു വന്നു. അവൻ ഗലീലയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ജനങ്ങൾ അറിഞ്ഞു അവൻ വന്നിട്ടുണ്ടെന്ന്. എന്തുകൊണ്ടായിരുന്നു? അവന്റെ മേൽ ആത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു. നമ്മുടെ മേൽ ദൈവാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ജനങ്ങൾ അറിയുവാൻ തുടങ്ങും ഇവന്റെ മേൽ ദൈവാത്മാവിന്റെ ശക്തിയുണ്ട്. അല്ലാത്തവൻ ചെന്നാൽ ഇരിക്കുന്നവരുടെ ഉറങ്ങും, എന്നാൽ ആത്മാവുള്ളവൻ ചെന്നാൽ അവിടെ ഇരിക്കുന്നവന്റെ ബന്ധനങ്ങൾ അഴിയും. സ്തോത്രം. എന്നാൽ ചിലരുണ്ട് എത്ര ബന്ധനം അഴിഞ്ഞാൽ ഉറങ്ങുന്നവരുമുണ്ട്. പൗലോസ് പ്രസംഗിച്ച് പുറത്ത് ഉറങ്ങി താഴെ പോയില്ലേ? പോയി. അതൊന്നും വലിയ കാര്യമല്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ നിങ്ങളൊക്കെ കാണും, വലിയ കാര്യമൊന്നും. ഇന്ന് ഇവിടെ ആരും ഉറങ്ങുന്നില്ല. കർത്താവിന് മഹത്വം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ യേശു പ്രസംഗിക്കുവാൻ, യേശു സുവിശേഷം അറിയിക്കുവാൻ, അല്ലെങ്കിൽ യേശു ഗലീലയിലേക്ക് തിരിച്ചു വന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു നടക്കുമ്പോൾ ഒരു കാറ്റടിക്കുന്ന പോലെ ആയിരുന്നു. ചിലപ്പോ അവൻ വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇവൻ എന്തോ പ്രത്യേകതയുണ്ട്. അവൻ പോകുന്ന സ്ഥലത്ത് അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുവാൻ തുടങ്ങി. അവൻ കയറുന്ന വീടുകളിൽ മാറ്റം സംഭവിക്കുവാൻ തുടങ്ങി. ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യും. ഞാൻ നേരത്തെ പ്രാക്ടീസ് കൊണ്ട് ഇടയ്ക്ക് നിർന്നു പോയ ഒരു കാര്യമാണ്. എവിടെ പോയാലും ലോകകാര്യങ്ങൾ പറയാതെ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങുക. എവിടെ പോയാലും ലോകകാര്യങ്ങൾ പറയാതെ യേശുവിനെ കുറിച്ച് പറയുവാൻ തുടങ്ങുക. വീട്ടിൽ ഇരുന്ന് കാണുന്നത് യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാണുക. യേശുവിനെ കുറിച്ച് വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. എപ്പോ ആളുകളെ കണ്ടു കഴിഞ്ഞാലും സംസാരിക്കുന്നത് യേശുവിനെ കുറിച്ചായിരിക്കണം. യേശു അത്ഭുതം ചെയ്യും, അവൻ വിടുവിക്കും, അവൻ രോഗികളെ സൗഖ്യമാക്കും. എന്നാ പവറാണെന്നറിയാമോ യേശു? പറഞ്ഞു നോക്ക്, നിങ്ങൾ ചെല്ലുന്നിടത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. ആളുകൾ പറയുവാൻ തുടങ്ങും, നിങ്ങൾ കയറി വന്നപ്പോൾ ഒരു പ്രത്യേകതയുണ്ടല്ലോ, പറയാൻ തുടങ്ങും. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ആരെ കൂടുതൽ റെപ്രസെന്റ് ചെയ്യുന്നുവോ അവൻ നമ്മുടെ കൂടെ വരും. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ റെപ്രസെന്റ് ചെയ്യുക എപ്പോഴും, യേശു നമ്മുടെ കൂടെ വരും. ഹല്ലേലൂയ. നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കുക, ഏറ്റവും കൂടുതൽ മിസ് കോളുകൾ അല്ലെങ്കിൽ കോളുകൾ ആരെടുത്തുനിന്നാ വരുന്നെന്ന് നോക്ക്. നിങ്ങളെടുത്ത് ആ വ്യക്തിയുമായിട്ടായിരിക്കും നിങ്ങൾക്ക് കണക്ഷൻ കൂടുതൽ. അതുകൊണ്ടാണ് അല്ലേ? അല്ല, ആ വ്യക്തി നിങ്ങളുടെ പുറകെയാ. ഒന്നെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ പുറകെയാ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ പുറകെയാ. ഇത് യേശുവിന്റെ കൂടെ അങ്ങനെയാണ് എങ്കിൽ പ്രത്യേകത എന്തുവാ? യേശു നിങ്ങളുടെ കൂടെ വരും. നിങ്ങൾ എവിടെ പോയാലും യേശു നിങ്ങളുടെ കൂടെ കാണും. അവൻ നിങ്ങളെ വിടത്തില്ല. ഹല്ലേലൂയ. എന്റെ ജീവിതത്തെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. യേശു നമ്മളെ വിടത്തില്ല, അവൻ നമ്മുടെ കൂടെ കാണും. സ്തോത്രം. പണ്ട് വർഷങ്ങൾ മുമ്പ് ഞാൻ നേപ്പാൾ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ അവിടെ ചെന്ന് ഒരു ക്യാമ്പിൽ ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ കുറച്ചൊരു 10-30 പിള്ളേർ കൂടി, ഒരു ഡോക്ടർ ഇരിപ്പുണ്ട് നടുക്ക്, അവൻ ഗിറ്റാർ അടിക്കുന്നു. 10-30 പിള്ളേർ കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസൻസിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടത്, പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പൊ ആ വർഷം ഞാൻ സംസാരിക്കാൻ പോയ സബ്ജക്റ്റും പ്രസൻസ് ഓഫ് ഗോഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് പഠിപ്പിക്കാൻ, പ്രസൻസ് ഓഫ് ഗോഡ്, ഹൗ ടു എൻ്റർ ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പൊ അത് അവിടെ വെച്ച് ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. 1 സംസാരിച്ച് 2 സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു 10-40 പിള്ളേര് ചുറ്റുമങ്ങ് കൂടി. അവിടെ 10 മിനിറ്റിലേക്ക് തുടങ്ങിയ സംസാരം ഒരു 2-2.5 മണിക്കൂറിലേക്ക് അവിടെ നീണ്ടു. പിള്ളേര് കരയാൻ തുടങ്ങി, മുട്ടുകുത്താൻ തുടങ്ങി, ഹല്ലേലൂയ പറയാൻ തുടങ്ങി. അവിടെ ഒരു ആരാധനയായിട്ട് അതങ്ങ് മാറി. എന്തുകൊണ്ടാ? when we represent Jesus will come there. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ബിരിയാണിയെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് എങ്കിൽ നമ്മൾ പോകുന്നവർ നമ്മൾ എന്നാ മേടിച്ചുകൊണ്ട് പോകും?
ബിരിയാണി അല്ലേ? മഞ്ഞ കളറ് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ബിരിയാണിയാന്ന് ഓർത്ത് ആൾക്കാർ കഴിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നറിയാമോ? മണമടിച്ചു, ബിരിയാണിയാ. ബിരിയാണിയുടെ ഇറച്ചി പോലും അതിനകത്ത് കാണത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ബിരിയാണി. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നവനായ യേശുവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു നോക്ക്. യേശു നമ്മളോട് വരും. ഇവിടെ പറയുന്നു അവനെ കുറിച്ചുള്ള and throughout all surrounding region അവനെ കുറിച്ച് അറിയാൻ തുടങ്ങി. And he taught in their synagogue, being glorified by all. എല്ലാവരാലും പ്രശംസിച്ചു. എന്തുകൊണ്ടാണ് പ്രശംസിച്ചേ? അവന്റെ മേലുള്ള അഭിഷേകത്തെ അവർ തിരിച്ചറിഞ്ഞു. സ്തോത്രം. അപ്പോ അതിനുശേഷം നമ്മൾ താഴോട്ട് വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമുണ്ട്. 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്ക്, 17, 18, 19 വായിച്ചു ആരുടെ മലയാളത്തില്? 6-ന്റെ 17, 18, 19. കണ്ടോ, അവിടെ പറയുകയാണ്. ഞാൻ ഇത് വായിച്ചപ്പോ ഇത് പഠിക്കാനൊരു കാര്യമുണ്ട്. ഇതിനകത്ത് നമ്മൾ സാധാരണ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോയ ആൾക്കാരെ നമ്മളെ തൊടാൻ വരാറുണ്ടോ? നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് ആൾക്കാർ ഇറങ്ങിപ്പോവല്ലേ? ചിന്തിക്കാൻ പറയാം. നമ്മള് ആമേൻ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോ തന്നെ കുറച്ചുപേര് പോയി, കുറച്ചുപേര് ഫുഡിന് ക്യൂ നിപ്പുണ്ട് അല്ലേ? പ്രവാചകനാണെങ്കിൽ കുറച്ചുപേര് വരും. എന്തിനാണെന്നറിയാമോ? പ്രവചനം ഇന്നലെയും കേട്ടവരാ, ഇന്ന് രാവിലെയും കേട്ടവരാ, ഇന്ന് ഉച്ചയ്ക്കും കേട്ടവരാ, പിന്നെയും വന്ന് നിപ്പുണ്ട്. പുതുതായിട്ടല്ലുണ്ടോന്നറിയാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരും. ഇടനില്ലാത്ത ആടുകളെ പോലെ, ആഹാരമില്ലാത്ത മൃഗങ്ങൾ നടക്കുന്ന പോലെ സത്യം ദുഃഖം വരും കണ്ടു കഴിഞ്ഞ്. പക്ഷേ ഇവിടെ പറയുന്നു, അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികളെ സൗഖ്യമാക്കിയത് കൊണ്ട് ജനങ്ങൾ അവനെ തൊടുവാൻ വേണ്ടി ശ്രമിച്ചു. ആരെ? യേശുവിനെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഇവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആളുകൾ സൗഖ്യമാകുന്നത് കൊണ്ട് അവിടെ ഇരിക്കുന്ന ആളുകൾ എഴുന്നേറ്റ് വന്ന യേശുവിനെ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? തൊടാൻ ശ്രമിച്ചു. കയ്യെ തൊടാൻ ശ്രമിച്ചു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുവാൻ ശ്രമിച്ചു. നമ്മൾ സ്ത്രീയെ കാണുന്നുണ്ടല്ലേ? രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ, 12 വർഷമായിട്ട് രക്തസ്രാവമായിരുന്നു. ആരും അവളെ യേശുവിനടുത്തേക്ക് അടുപ്പിച്ചില്ല. പക്ഷെ അവൾ എന്ത് ചെയ്തു? അവള് നിലത്തൂടെ വലിഞ്ഞ് മുട്ടുകുത്തി വന്ന് തലകുത്തി നിന്ന്, നമുക്ക് അറിയത്തില്ല എങ്ങനെയാണെങ്കിലും അവൾ വന്ന് യേശുവിനെ തൊട്ടു. എടാ, നീ ഒന്ന് ഓർത്തു നോക്ക്, ഇത്രയും പേര് തൊടരുതെന്ന് പറഞ്ഞിട്ടും യേശുവിനെ തൊടുവാൻ ആൾക്കാരുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ നിന്ന് ശക്തി പുറപ്പെടുന്നുണ്ട് എങ്കിൽ ആരിൽ നിന്ന്? യേശുവിൽ നിന്ന്. അവങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നവൻ അറിഞ്ഞു. എന്നെ തൊട്ടത് ആരെന്നവൻ ചോദിച്ചു. കർത്താവേ, ഇത്രയും പേര് തിക്കിത്തിരക്കുന്നതിനിടയ്ക്ക് ആര് നിന്നെ തൊട്ടു? ഇല്ല, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. എന്നെ ആവശ്യത്തോടെ തൊട്ട് ആരോ ഇവിടെ ഉണ്ട്. ആ വ്യക്തി ആരാണ് എന്ന് പറഞ്ഞ് യേശു ആ സ്ത്രീയെ ഉറപ്പായിട്ട് നോക്കി. ആ സ്ത്രീക്ക് മനസ്സിലായി, അയ്യോ, അവൻ എന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവൾ വന്ന് മുമ്പേ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, അത് ഞാനാണ്. അവളുടെ വസ്തുത മുഴുവൻ വിവരിച്ചു. യേശു പറഞ്ഞു, പാത്രം ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കണം, എടാ, ആരെങ്കിലും വന്ന് നിന്റെ കയ്യേല് നീ ശുശ്രൂഷ ചെയ്യുമ്പോ തൊടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാണെന്നറിയാമോ? നിങ്ങൾ നിന്ന് ശക്തി പുറപ്പെടുന്നുണ്ട്. അല്ല എങ്കിൽ മറ്റുള്ളവരിൽ കാണാത്തൊരു വ്യത്യാസം നിന്നിൽ കാണുന്നത് കൊണ്ട് അവരാഗ്രഹിക്കുന്നു, there is something special in you. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനത്തിൽ പ്രകാരം പറയുന്നു, നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കും, അവർ സൗഖ്യമാകും. ഇമ്പാർട്ടേഷൻ, പകർച്ച ഉണ്ട്. എങ്ങനെ പകർച്ചയുണ്ട്? അത് കൈവെപ്പിനാൽ കിട്ടുന്ന പകർച്ചയുണ്ട്, ദൂതിനാൽ കിട്ടുന്ന പകർച്ചയുണ്ട്. സ്തോത്രം.
ഇമ്പാർട്ടേഷൻ പല രീതിയിൽ സംഭവിക്കാം ദൈവമക്കളെ. അതൊരു റൂമാലയിൽ സംഭവിക്കാം, ഒരു തൂവാലയിലേക്ക് ഇമ്പാർട്ടേഷൻ ഉണ്ടാകാം. അഭിഷേകമേ പകരപ്പെടാവുന്ന എങ്ങോട്ട്? ഒരു തൂവാലയിലോട്ട്. അതെങ്ങനെയാ? പൗലോസിന്റെ കൊണ്ടിട്ടില്ലേ? പൗലോസാണോ പത്രോസാണോ? പൗലോസ്. പത്രോസിന്റെ നിഴലും പഠിച്ചപ്പോ ആൾക്കാർ എങ്ങനായി? സൗഖ്യമായി. അത്തി അട കൊണ്ടിട്ടപ്പോൾ യഹസ്കിയാവ് അല്ലേ സൗഖ്യം. ഈടാ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വേണ്ടി സ്പെഷ്യാലിറ്റി ഉള്ള ആൾക്കാരൊന്നും വേണ്ട. അവനൊരു കാര്യം ചെയ്യുവാൻ തീരുമാനിച്ചാൽ അവനെ ഏവനെയും എന്തിനേയും അവൻ ഉപയോഗിക്കുവാൻ സാധിക്കും. കാരണം അവൻ ആരാ? അവൻ രാജാതി രാജാവും സർവ്വ സൃഷ്ടിയുടെയും മകുടമായ മനുഷ്യരെ സൃഷ്ടിച്ചവനും അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. സ്തോത്രം. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നമ്മളുടെ കയ്യിൽ കൂടി അത്ഭുതങ്ങൾ നടക്കുന്നില്ല എന്ന് വെച്ച് അത്ഭുതങ്ങൾ നടക്കത്തില്ല എന്നല്ല. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികളുടെ കരങ്ങളിൽ കൂടിയും റൂമാലിൽ കൂടിയും വാക്കുകളിൽ കൂടിയും അവരുടെ ശബ്ദങ്ങളിൽ കൂടിയും അഭിഷേകം പകരുകയും ദൈവം ആളുകളെ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യും. അതിനുവേണ്ടി കർത്താവ് ചോദിക്കുന്നത്, ആർ യു റെഡി ഫോർ ഇറ്റ്? നിങ്ങൾ അതിന് തയ്യാറാണോ? നീ അതിന് തയ്യാറാണോ? നിന്റെ കാലുകൾ അതിന് തയ്യാറാണോ? നിന്റെ ശബ്ദം ഉപയോഗിക്കുവാൻ തയ്യാറാണോ? നിന്റെ കൈകൾ അതിന് തയ്യാറാണോ? നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാണോ? ആണെങ്കിൽ നിന്നെയും അപ്രകാരം ഞാൻ ഉപയോഗിക്കും. അതാ യേശുവിന് പറയാനുള്ളത് നമ്മളോട് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കേണ്ട ഇതാണ്, അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ ആരാണ്? ഇവരൊരു പവർ ജനറേറ്റ് ചെയ്യുന്നവനാണ്. അവർക്ക് മനസ്സിലായി ഇവൻ സാധാരണക്കാരൻ, അവൻ അസാധാരണ വ്യക്തിയാണ്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? യേശുവിന്റെ അടുത്തേക്ക് ഓടി വന്നു. പ്രത്യേകതയുണ്ട്, രോഗികൾ സൗഖ്യമായത് മാത്രമല്ല, ഭൂതങ്ങളും വിട്ടുപോയി. അവരതുവരെയും കാണാത്ത ചില കാഴ്ചകൾ കണ്ടു. ഞാൻ എപ്പോഴും നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണേ, ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതുവരെയും സഭയിൽ സംഭവിക്കാത്ത രീതിയിൽ കർത്താവ് എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ സാധാരണ ട്രെൻഡാണ് അതിനെ എതിർക്കുക എന്നുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കുകയും കൂവുകയും ചെയ്യുന്നതൊന്നും പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഞാൻ പറയത്തില്ല. അങ്ങനല്ല പരിശുദ്ധാത്മാവിന് അവന്റേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റിയിലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ. ഡിഗ്നിറ്റി ഇല്ലാതെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ മനുഷ്യർക്ക് അബദ്ധങ്ങൾ പറ്റും. അത് മനുഷ്യനായതുകൊണ്ടാകട്ടോ. പരിശുദ്ധാത്മാവിനല്ല അബദ്ധം പറ്റുന്നത്, മനുഷ്യന് അബദ്ധം പറ്റും. പണ്ട് സ്മിത്ത് വിഗൽസ്വർത്ത് എന്ന ഒരാൾ ലോകത്ത് ജീവിച്ചിരുന്നു, UK ജീവിച്ചിരുന്ന വ്യക്തി. ബെഡ്ഫോർഡിലോ അങ്ങനെ കണ്ടായിരുന്നു, ബ്രാഡ്ഫോർഡ്. അങ്ങനെ സ്മിത്ത് വിഗൽസ്വർത്ത് UK ജീവിച്ചിരുന്ന സമയത്ത് വയറിന് കമ്പിച്ച് ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നു. സ്മിത്ത് വിഗൽസ്വർത്ത് ആ വയറിന് ഒറ്റ ഇടിയൻ കൊടുത്തു. ഇങ്ങനെ പഞ്ച് ചെയ്തപ്പോൾ കൂടെ വന്ന ആൾക്കാർ പറഞ്ഞു, താൻ എന്നാ പണിയാടോ കാണിക്കുന്നേ? വയറിന്റെ മേലെന്ന് അറിയത്തില്ലെന്ന് വെച്ച് ഈ പുള്ളി താഴെ പോയി. പിന്നെയും കൊടുത്തു ഒരു പഞ്ചും കൂടെ. മൂന്നാമത്തെ പഞ്ച് കഴിഞ്ഞപ്പോൾ വയറിന്റെ അവിടെ തുളയില്ല, രോഗമില്ല, പുതിയ തൊലിയും വന്നു, എല്ലാം വന്ന ആള് നോർമൽ. പരിശുദ്ധാത്മാവ് അങ്ങനെ സൗഖ്യമാക്കുമോ? ആക്കും. വിശ്വാസമാണ്. ഒരുവൻ നടക്കാൻ മേലാത്ത ഒരാൾ പിടിച്ചുകൊണ്ട് വന്നു, എഴുന്നേപ്പിച്ച് നിർത്താൻ പറഞ്ഞു. അവിടെ എഴുന്നേപ്പിച്ച് നിർത്തി, പടക്കോന്നടിച്ച് താഴെ പോയി. രണ്ടാമത് പിന്നെ എഴുന്നേപ്പിച്ച് നിർത്താൻ പറഞ്ഞു, രണ്ടാമത് എഴുന്നേപ്പിച്ച് നിർത്തി, പിന്നെയും അടിച്ച് താഴെ വീണു. ഒന്ന് ആൾക്കാർ പറഞ്ഞു, നിനക്ക് തലയ്ക്ക് തന്നെ ഓളമാണോ? യു മൈൻഡ് യുവർ ബിസിനസ് എന്ന്, നീ നിന്റെ പണി നോക്കടാന്ന് പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു. ഉടനെ സ്മിത്ത് വിഗൽസ്വർത്ത് പറഞ്ഞു, ഞാൻ എന്റെ പണിയാ നോക്കുന്നത്, ഐ ആം ലുക്കിംഗ് ആഫ്റ്റർ ദ ബിസിനസ്. പിന്നെ എഴുന്നേപ്പിച്ച് നിർത്താൻ പറഞ്ഞു. ഇവര് എഴുന്നേപ്പിച്ച് നിർത്തിയത്, ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തി. പുള്ളി ഒരു കുഴപ്പമില്ലാതെ നിന്നു, കാലും കൈയും സൗഖ്യമായി, തുള്ളി ചാടാൻ തുടങ്ങി, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ പോയി.
അതാണ് വിശ്വാസത്തിന്റെ ലെവലാ. നമ്മളോ ഒരു തലവേദനയുള്ള രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ശ്രദ്ധിച്ച് കേൾക്കണേ കേട്ടോ. കർത്താവേ, നിന്റെ മകന് തലവേദനയാണെന്ന് അറിയുന്നു, തലവേദനയെ സൗഖ്യമാക്കുവാൻ നിന്നെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവേ, ഈ തലവേദന മാറിപ്പോവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ തലവേദനയെ സൗഖ്യമാക്കുന്നതിനാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് സൗഖ്യമാക്കും കേട്ടോ. അത് ആർക്കും പ്രാർത്ഥിക്കാം, ഇല്ലേ? അത് എനിക്കും പ്രാർത്ഥിക്കാം, നിങ്ങൾക്കും പ്രാർത്ഥിക്കാം, ആർക്കും പ്രാർത്ഥിക്കാം, കൊച്ചു പിള്ളേർക്കും പ്രാർത്ഥിക്കാം. എന്നാൽ തലവേദന അല്ലേ, തലവേദന പോയി കേട്ടോ, പോയി, തല ഉണ്ടാകത്തില്ല. അയ്യോ, തലവേദന കൂടി, യേശുവിനാണ് തലവേദന പോവാ കേട്ടോ, പോയി, തലവേദന പോയി, മാറി. അയ്യോ, തലവേദന കൂടിയേ എന്ന് പറയും, പിന്നെയും പോയിട്ട് ഇല്ല, തലവേദന മാറി, പോട്ടെ, വിട്ടുപോ എന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കുന്നവനാ വിശ്വാസം എന്ന് പറയാം. വിശ്വാസം. ഒരിക്കൽ സ്മിത്ത് വിഗൽസ്വർത്ത് ഒരാൾ പറഞ്ഞു, പുള്ളിക്ക് കാലിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നേരത്തല്ലേ ഈ കഥ? കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. കാലിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അതെന്നാന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു, എനിക്ക് ഒരു കാലുണ്ട്, എനിക്ക് മറ്റേ കാലിന് പത്തിയില്ല. പത്തിന് മുട്ടിന് താഴോട്ട് ഇല്ല, മുട്ടിന് താഴോട്ടില്ലെന്ന്, അങ്ങനെ മുട്ടിന് താഴോട്ടില്ല. മുട്ടിന് താഴോട്ടില്ല. ഒന്നേ സ്മിത്ത് വിഗൽസ്വർത്ത് പറഞ്ഞു, നാളെ രാവിലെ നീ കടയിൽ പോണം, നിന്റെ ഈ കാലിന്റെ ഷൂവിന്റെ സൈസ് എത്രയാ, അതേ സൈസുള്ള ഷൂ രാവിലെ കടയിൽ പോയി നീ കാലയെ മേടിച്ച് ഇടണം. ഇതാണ് സ്മിത്ത് വിഗൽസ്വർത്ത് സ്മിത്ത് അയാളോട് പറഞ്ഞത്. ഇവിടെ ഉണ്ടായ സംഭവങ്ങളാണ് കേട്ടോ, റെക്കോർഡഡ് ഹിസ്റ്ററിയാണിത്, റെക്കോർഡഡ് ഹിസ്റ്ററി. മറ്റേ പുള്ളിക്കാരൻ രാവിലെ സ്മിത്ത് പറഞ്ഞപ്പോൾ വിശ്വാസം, രാവിലെ കടയിൽ പോയി ഷൂവിന്റെ സൈസ് 7 or 8 എങ്ങാണ്ട് പറഞ്ഞു, മേടിച്ചു, ഒരു ഷൂ മേടിച്ചു. മറ്റേ കാല് കാണിക്കാൻ പറഞ്ഞു, മറ്റേ പോയി കാല് കാണിച്ചപ്പോൾ ഒരു കമ്പ് മാത്രമേ, വേറൊന്നും ഇല്ല. ഇത് കണ്ടിട്ട് ചിരിച്ചു. ഇതുവരെ എങ്ങനെയാന്ന് പറഞ്ഞു, നമ്മൾ ഇടാൻ പറഞ്ഞു ഷൂ, ആ കമ്പയിലോട്ട് ഷൂ ഇടാൻ പറഞ്ഞു. ആ കമ്പയിലോട്ട് ഷൂ വിടുകയും ഒരു കാലം കൊണ്ടായി വന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇതൊക്കെ സംഭവിക്കുമോ? ഇംപോസിബിൾ അല്ലെ? മനുഷ്യന്റെ ബുദ്ധിയിൽ ഇംപോസിബിൾ. ഇതൊന്നും സംഭവിക്കത്തില്ല. ഇതെങ്ങനെ കമ്പ് കാലാകുന്നേ? അതാണ് സൃഷ്ടി ആകുന്ന ദൈവം നമുക്ക് വേണ്ടി, സൃഷ്ടിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന അത്ഭുതം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ. സ്തോത്രം. കർത്താവ് അവന്റെ വിശ്വാസത്തെ ദൈവം അവിടെ ഉറപ്പിക്കുക ചെയ്യുന്നേ. കർത്താവ് പറയുകയാ, എടാ, നിനക്ക് കാലില്ലെങ്കിൽ ആ കാല് തരുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമെങ്കിൽ, നാറ്റം വെച്ച് 4 നാളായി നാറ്റം വെച്ച ലാസറിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഒരു കാല് തരാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സ്തോത്രം. ഇതാണ് നാം കാണുന്നത്. ഇവരെ കുറിച്ച്, ആരെക്കുറിച്ച്? യേശുവിനെ കുറിച്ച്. അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങൾ വിട്ടുപോയി, അവനെ തൊടേണ്ടതിനായി ആളുകൾ അവന്റെ പുറകെ വന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യങ്ങൾ, പല രാജ്യങ്ങളിൽ അതിശക്തമായ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ ആളുകൾ ഓടി വരും നമ്മളെ കാണാനും തൊടാനും പിടിക്കാനും കൈവെക്കാനും ഒക്കെ ആയിട്ട്. എന്തിനാണെന്നറിയാമോ? അവർക്കൊരു തോന്നലുണ്ട് നമ്മുടെ മേൽ ശക്തി ഉണ്ടെന്ന്. യെസ്, ആ സമയത്തുണ്ട്. എന്തുകൊണ്ടാ? കർത്താവിന്റെ ശക്തി നമ്മൾ കൂടി വ്യാപരിക്കുന്ന ഒരു സമയമാണ്. സ്തോത്രം. അത് കഴിഞ്ഞ് നമ്മൾ പോയി അപ്പുറത്ത് കാപ്പ് കുടിക്കാതിരിക്കുമ്പോ ശക്തി നമ്മളോട് കാണത്തില്ല. ചിലപ്പം നമ്മൾ ആ സമയത്ത് അത് ശുശ്രൂഷിക്കുന്നവനെ മനസ്സിലാകത്തുള്ളൂ. കാരണം ആ സമയത്ത് നമുക്കറിയാം ഈ ഒരു ഭയങ്കര വ്യത്യാസമാണ് സംഭവിച്ചത്. ശബ്ദം പോലും മാറും, കാണുന്ന രീതികൾ മാറും. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ കാണുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ മറ്റൊരു എന്തുവാ പറയുന്നത്, വി ആർ ടേക്കൺ ഓവർ ബൈ ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളായി മാറും, നമ്മുടെ കൈകൾ അവന്റെ കൈകളായി മാറും, നമ്മുടെ വാകൾ അവന്റെ വായായി മാറും. അവൻ നമ്മൾ കൂടി സംസാരിക്കുവാൻ തുടങ്ങും. എന്തുകൊണ്ടാണെന്നറിയാമോ? വെൻ വി അലൗ ദ ഹോളി, നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അവന് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അവൻ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നമ്മൾ കൂടി പ്രവർത്തിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്നിരിക്കാം. സ്തോത്രം. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമാ, നമ്മളെല്ലാവരും കാണുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും മനസ്സിലാക്കാത്തൊരു കാര്യം ഇതാ. എല്ലാവരും സാധാരണ പറയും, അന്യഭാഷ പ്രാപിച്ചു, പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. യെസ്, ലഭിച്ചു. അവൻ എവിടെ ലഭിച്ചു? നമ്മുടെ ഉള്ളിൽ. സത്യത്തെക്കുറിച്ചും
നമ്മളെ ബോധ്യം വരുത്തുന്നവൻ നമ്മുടെ ഉള്ളിൽ വന്നു. അവനാണ് നമ്മളോട് പറയുന്നത്, നീ പ്രാർത്ഥിക്ക്, വചനം വായിക്ക്, പാപത്തിൽ ചെയ്യരുത്. പാപം ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ ഭാഗത്തുണ്ടെങ്കിൽ, കേട്ടോ, ഉണ്ടെങ്കിൽ, ഇല്ലാത്തവനും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം. പരിശുദ്ധാത്മ ഭാഗത്തുണ്ടെങ്കിൽ ഒരു ചെറിയ പാപമെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ദുഃഖമാണ് നമുക്ക്. പിന്നെ ഭയങ്കര ദുഃഖമാണ്. നമ്മൾ ചില സമയത്ത് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അനുസരിക്കാതിരിക്കും. ഈ പരിശുദ്ധാത്മാവ് ഈ പാപം ചെയ്യുന്നതിനേക്കാളും തെറ്റാണ് അവൻ ചെയ്യാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നത്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രം വില ഉണ്ടെന്ന് മനസ്സിലാകത്തില്ല. പണ്ട് ഞാനും സിസിയും ജോസയായും ഹോസനായും 2-3 പിള്ളേരുടെ വീട്ടിലുള്ള സമയത്ത് ഇവരെല്ലാം കൂടെ, സിസിയും പിള്ളേരും എല്ലാവരും കൂടി ഞങ്ങളുടെ അടുത്ത് പണ്ട് ഇവിടെ താമസിക്കുന്നത് ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ പോകാൻ തീരുമാനിച്ചു. അവർ ആ പാർക്കിൽ പോകാൻ തീരുമാനിച്ച് പുറത്തോട്ടങ്ങ് ഇറങ്ങുമ്പോൾ ഞാനും ഉണ്ട് കൂടെ. ഞാനൊരു ഷോർട്സ് ഒക്കെ ഇട്ട് നിൽക്കുക, ടീഷർട്ടും ഒക്കെ ഇട്ട്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ പോകണ്ട, നീ ഫേസ്ബുക്ക് ലൈവ് ചെയ്യാൻ. ഫേസ്ബുക്ക് ലൈവ് ചെയ്യാൻ. ഞാൻ ഫേസ്ബുക്ക് ലൈവ് ചെയ്തില്ല, കാരണം ഇവര് പോകാൻ ഇറങ്ങിയതല്ലേ. അപ്പൊ ഫേസ്ബുക്ക് ലൈവ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്യത്തില്ലേ എന്നല്ലേ ചോദ്യം വരത്തുള്ളൂ. അത് നോർമൽ കാര്യം അല്ലേ, വലിയ കാര്യമാണോ അല്ലേ? ഫേസ്ബുക്ക് ലൈവിൽ ഞാൻ ചെയ്തില്ല. അതിനുശേഷം എന്നെ പരിശുദ്ധമാവിനോട് ഇതുവരെയും അവൻ എന്നോട് ഫേസ്ബുക്ക് ലൈവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മാത്രം ഡീപ്പാണെന്ന് നിങ്ങൾക്ക് അതിന്റെ ദുഃഖം എനിക്കിന്നും അറിയാം. ഇന്നും എനിക്ക് അതിന്റെ ദുഃഖം എന്റെ മനസ്സിൽ ഭയങ്കര കരയാറുണ്ടായിരുന്നു. ഞാൻ ഒരു ചെറിയ ഡിസൊബീഡിയൻസ് അന്ന് വ്യക്തമായിട്ട് ഞാൻ കേട്ടു, ഡു ഫേസ്ബുക്ക് ലൈവ്, ഡോണ്ട് ഗോ ഡു ഫേസ്ബുക്ക് ലൈവ്. ഞാൻ അന്ന് പറഞ്ഞു, പിന്നെ വന്ന് ഫേസ്ബുക്ക് ലൈവ് ചെയ്തോളാം. ഒരു 5 വർഷം 6 വർഷത്തിന് മേളിലായി. ഇതുവരെയായിട്ടും കർത്താവ് എന്നോട് അന്ന് പറഞ്ഞ പോലെ ഇതുവരെ ഫേസ്ബുക്ക് ലൈവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ? ഹി വാസ് അൺഹാപ്പി ദാറ്റ് ഐ ഡിഡ് വാട്ട് ഐ ലൈക്ക് മോർ ദാൻ വാട്ട് ഹി ആസ്ക്ഡ് മീ ടു ഡു. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഞാൻ എന്റെ കാര്യങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിനേക്കാളും പ്രാധാന്യം കൊടുത്തു. അപ്പൊ എന്റെ പൊന്നു പാസ്റ്ററേ, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ലെന്നേ, ഒരു ഫേസ്ബുക്ക് ലൈവ് ഒന്ന് കർത്താവ്. അതെ, അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ ഞാൻ നിന്നെ, ഇതൊക്കെ അല്പത്തിൽ വിശ്വസ്തത കർത്താവ് നോക്കുന്നേ. നമ്മൾ എപ്പോഴും നോക്കുമ്പം രസകരമായൊരു കാര്യം ഞാൻ ചിന്തിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തുമാത്രം ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, ഇത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ്. യോസഫിനെ ദൈവം അനുഗ്രഹിച്ചു. എന്തുകൊണ്ടാ? എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ പൊത്തിഫേറിന്റെ ഭാര്യ വന്നപ്പോൾ അല്ലേ ഓടിപ്പോയി, അതുകൊണ്ടല്ലേ ഓടിപ്പോയില്ലേ, അതുകൊണ്ട് അവൻ അനുഗ്രഹിച്ചു ഇല്ലേ? എന്തിനാ നീ അതിനത്രയും പ്രാധാന്യം കൊടുക്കുന്നേ? എപ്പോഴും ചിന്തിക്കും. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കാര്യം എന്തോ? പൊത്തിഫേറിന്റെ ഭാര്യ വന്നപ്പോൾ യോസഫ് പോയെന്നുള്ളതാ അല്ലേ? വേറൊന്നിനെ കുറിച്ചും ആൾക്കാർ കൂടുതൽ പറയാറില്ല. പൊത്തിഫേറിന്റെ ഭാര്യ വന്നപ്പോൾ അവൻ അവളെ ഇട്ടിട്ട് ചൂടിപ്പോയി. എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് ഏറ്റവും ബാറ്റിൽ നടക്കുന്ന ഫീൽഡ് അതാ. പോയിന്റ് മനസ്സിലായോ? നമ്മൾ ഏറ്റവും കൂടുതൽ വീഴുന്നതും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഫീൽഡ് അതായതുകൊണ്ട് നമുക്ക് അതാ പ്രാധാന്യം. നോട്ട് ദ പോയിന്റ് പ്ലീസ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മനസ്സിലൊന്ന് എഴുതിയിടണം ഇത്, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. എടാ, നിനക്ക് അതൊരു വിഷയമല്ലാത്ത കാര്യമാണെന്ന് വെച്ചു. ഏത്? എത്ര ആൾക്കാരെ മുമ്പിൽ വന്നാലും യു ഡോണ്ട് കെയർ ഒരു വ്യക്തിയാണെങ്കിൽ നീ നിനക്ക് കാര്യമായിട്ട് തോന്നത്തില്ല. നീ വേറെ പോയിന്റ് കണ്ടുപിടിക്കും യോസഫ് അനുഗ്രഹിക്കപ്പെട്ടതിന്. ഞാൻ പോയിന്റ് മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ ഏത് ഭാഗത്ത് വീക്കാകുന്നോ ആ ഭാഗത്ത് ഒരുത്തൻ ജയിക്കുമ്പോൾ നമുക്കത് വലിയ കാര്യമാണ്. ഒരുത്തൻ നമുക്ക് പണമില്ലാതിരിക്കുമ്പോൾ ഒരുത്തൻ പണക്കാരനായ നമ്മൾ അവനെ കുറിച്ച് പറയല്ലേ, അവനെ പണക്കാരനാണെന്നറിയോ? നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലോ അല്ല പണക്കാരനെ കുറിച്ച് നമ്മൾ പറയുവോ? പറയത്തില്ല. ഇന്ത്യയെ താമസിക്കുന്നവൻ അവന്റെ കൂട്ടുകാർ ഇംഗ്ലണ്ടിൽ പോയൊക്കെ ചോദിച്ചു, മുഴുവൻ ഇംഗ്ലണ്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവൻ ഇന്ത്യയിലാ. അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുവോ? നീ ഏത് കാര്യത്തെ ജയിച്ച് മുൻപോട്ട് കയറുന്നുവോ നീ അതിനെക്കുറിച്ച് കൂടുതൽ പറയത്തില്ല. കാരണം എന്തുവാ? യു ഹാവ് ഗോട്ട് വിക്ടറി ഓവർ ഇറ്റ്.
അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ വ്യക്തമായി ശ്രദ്ധിച്ചാൽ, യേശുക്രിസ്തു ഗലീലയിലേക്ക് വന്നു. യേശുക്രിസ്തുവിന്റെ മേലുള്ള അധികാരത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾ യേശുവിന്റെ പുറകെ കൂടി. നമ്മള് മുമ്പ് പറഞ്ഞതിലോട്ട് തിരിച്ചു വരാം. അപ്പോ നാം മനസ്സിലാക്കേണ്ടത്, നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നവരായിരിക്കണം. തകർന്നിരിക്കുന്നവരെയും തളർന്നിരിക്കുന്നവരെയും കൈപിടിച്ച് ഉയർത്തണം. അവളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. ഈ പാപമംഗുലമായ ലോകത്തിൽ പാപമില്ലാത്തവരായി നമ്മൾ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. എങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മൾ എത്ര ശ്രമിച്ചാലും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ശരീരം നമ്മൾ എങ്ങോട്ടേക്ക് വലിക്കും? പാപത്തിലേക്ക്. നമ്മുടെ ദേഹത്ത് അത് ഉണ്ട്. ഇനി നീ എത്ര വിശുദ്ധനാണ് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കൂടെ അത് ഉണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവൻ നമ്മൾ നിന്നാൽ അതിന് 2-3 കാര്യം ആവശ്യം. ഒന്ന്, ശക്തമായ പ്രാർത്ഥനാ ജീവിതം. 2, ശക്തമായ വചന ധ്യാന ജീവിതം. ഈ 2 കാര്യങ്ങളില്ലാതെ പാപത്തിന് നമ്മൾ ജയിക്കാൻ പറ്റത്തില്ല. അത് ഏത് പാവമാണെങ്കിലും, ഏത് പാവം, ചെറുതോ വലുതോ ആട്ടെ, ഏത് പാവമാട്ടെ, ജയിക്കാൻ പറ്റത്തില്ല. അതിന് ഈ 2 കാര്യങ്ങൾ വളരെ എസൻഷ്യലാണ്. നമ്മൾ സമയം ഇഷ്ടം പോലെ കർത്താവിന് മുമ്പിൽ സ്പെൻഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ പാപം, ചിലർക്ക് പരിശുദ്ധാത്മാവ് ഏത് പാപം ചെയ്താൽ അവർക്കൊരു വിഷയമില്ല. പാലം കുലുങ്ങിയാലും കേളൻ. കേട്ടിട്ടില്ലേ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പാപം ചെയ്ത് പരിശുദ്ധാത്മാവിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് നാളുകളായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ഓരോ ചെറിയ ഡിസൊബീഡിയൻസ് നമുക്കത് വലുതായിട്ട് തോന്നത്തില്ല കേട്ടോ. നമുക്ക് വലുതായിട്ട് തോന്നത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ഫേസ്ബുക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. കാരണം അത് അവൻ സംസാരിച്ചതും ഞാൻ ചെയ്യാതിരുന്നത് തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കത് തോന്നത്തില്ല, പാസ്റ്റർ എന്നതായിരുന്നു പറഞ്ഞത്, ഫേസ്ബുക്ക് ലൈവ് ചെയ്യാത്തതിന് കർത്താവ് കോപിച്ചെന്ന്. ഈ പാസ്റ്ററിന്റെ ഒരു കാര്യം എന്നായിരിക്കും നിങ്ങൾ പോയി പറയുന്നത്. പക്ഷെ അത് പരിശുദ്ധാത്മാവിനുണ്ടാകുന്ന ദുഃഖം എനിക്കറിയാം. അതിന്റെ കുടുംബത്തെ പറഞ്ഞ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. അവരിപ്പോ എന്നെ വിളിച്ച് നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പണി നോക്ക്, എന്നോട് കർത്താവ് പറഞ്ഞു ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കേണ്ടത് ഞാനാ, അവരല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് അങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളുണ്ടോ? ഏതായാലും പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആരോടും റോഡിന്റെ നടുക്ക് കയറി വണ്ടി വരുമ്പോൾ നിൽക്കാൻ പറയത്തില്ല. മലയുടെ മണ്ടെന്ന് എടുത്തിയാടാനും പറയത്തില്ല. 11 KV ലൈനെ കയറി പിടിക്കാനും പരിശുദ്ധാത്മാവ് പറയത്തില്ല. വിഷം കുടിക്കാൻ പരിശുദ്ധാത്മാവ് അവന് മഹത്വമുണ്ടാകുന്ന കാര്യം മാത്രമേ അവൻ പറയത്തുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ കേൾക്കുവാൻ നമ്മൾ തയ്യാറാണോ? ആണ് എങ്കിൽ അവൻ നമ്മളിൽ കൂടി കൂടുതൽ പ്രവർത്തിക്കും. അതുകൊണ്ട് നമുക്ക് അതിനായിട്ട് നമ്മളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ക്രിസ്തുവിന്റെ മേൽ പവർ കടന്നു വരുന്ന കണ്ടപ്പോൾ ആളുകൾ അവനെ തൊടുവാൻ വേണ്ടി ഓടി. ഒരു സ്ത്രീ അവനെ വന്ന് തൊട്ടു, അവൾ സൗഖ്യമായി. എന്തുകൊണ്ടാണെന്നറിയാമോ? ഹി ഈസ് ക്രൈസ്റ്റ്. അവൻ ക്രിസ്തുവാ. നാം അടുത്തൊരു ലെവലിൽ ചിന്തിക്കാൻ മനസ്സിലാകും, ആ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ട്. 1, 2, ആ ക്രിസ്തു നമ്മളെ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ക്രിസ്തുവിൽ വസിച്ചാൽ അവൻ നമ്മളിൽ കൂടി ഈ അത്ഭുതങ്ങളെയൊക്കെ ചെയ്യും. നമ്മുടെ തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ബാൽക്കണിയിൽ ഇരിക്കുന്ന കുടുംബങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പൊ ഓവർഫ്ലോയിലുള്ള കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ വ്യക്തികളെയും എല്ലാം ഏൽപ്പിക്കുകയാണ്.
കർത്താവെ, ഞങ്ങളെ ഈ ഫേസ്ബുക്കുകളിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഏൽപ്പിക്കുന്ന എല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചാട്ടെ. ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. കൂടി വരുവന്ന കൃപയ്ക്കായി സ്തോത്രം. വന്ന ഓരോ വ്യക്തികളെയും കുട്ടികളെയും കുടുംബങ്ങളെയും നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി നന്ദി. അത് ക്രിസ്തയേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. നമുക്കൊരു പാട്ട് പാടി